ചോദ്യം 101. യേശു ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോയപ്പോൾ ആരാണ് അനുഗമിച്ചത്? എ. ശിഷ്യന്മാർ, ബി. വലിയൊരു ജനാവലി, സി. യഹൂദ ജനത, ഡി. വലിയൊരു ജനക്കൂട്ടം. ഉത്തരം ഡി. വലിയ ഒരു ജനക്കൂട്ടം. ചോദ്യം 102. യേശു ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോയപ്പോൾ അവിടെ ഏത് തിരുനാളാണ് അടുത്തിരുന്നത്? എ. യഹൂദരുടെ കൂടാര തിരുനാൾ, ബി. യഹൂദരുടെ പ്രതിഷ്ഠയുടെ തിരുനാൾ, സി. യഹൂദരുടെ പെസഹ തിരുനാൾ, ഡി. യഹൂദരുടെ പെന്തക്കുസ്ത തിരുനാൾ. ഉത്തരം സി. യഹൂദരുടെ പെസഹ തിരുനാൾ. ചോദ്യം 103. ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ആര് ആരോട് ചോദിച്ചു? എ. പീലിപ്പോസ് അന്ത്രയോസിനോട്, ബി. യേശു പീലിപ്പോസിനോട്, സി. യേശു ശിഷ്യന്മാരോട്, ഡി. ശിഷ്യന്മാർ പരസ്പരം. ഉത്തരം ബി. യേശു പീലിപ്പോസിനോട്. ചോദ്യം 104. ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ എത്ര ദെനാറയ്ക്കുള്ള അപ്പം പോലും തികയില്ല എന്നാണ് പറയുന്നത്? എ. 300, ബി. 100, സി. 200, ഡി. 400. ഉത്തരം സി. 200. ചോദ്യം 105. എത്ര പുരുഷന്മാരാണ് ഭക്ഷണത്തിനിരുന്നത്? എ. 4000-ഓളം, ബി. 7000-ഓളം, സി. 6000-ഓളം, ഡി. 5000-ഓളം. ഉത്തരം ഡി. 5000-ഓളം. ചോദ്യം 106. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷണങ്ങൾ എത്ര കുട്ട ശേഖരിച്ചു? എ. 7, ബി. 10, സി. 12, ഡി. 11. ഉത്തരം സി. 12. ചോദ്യം 107. ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. ആരാണ് പറഞ്ഞത്? എ. സമരിയാക്കാരി സ്ത്രീ, ബി. യഹൂദർ, സി. നിക്കോദേമോസ്, ഡി. ജനങ്ങൾ. ഉത്തരം ഡി. ജനങ്ങൾ. ചോദ്യം 108. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ എവിടേക്കാണ് പോയത്? എ. തടാക തീരത്തേക്ക്, ബി. കടൽ തീരത്തേക്ക്, സി. കടൽ കരയിലേക്ക്, ഡി. കഫർനാമിലേക്ക്. ഉത്തരം സി. കടൽക്കരയിലേക്ക്. ചോദ്യം 109. ശിഷ്യന്മാർ വള്ളത്തിൽ കയറി എവിടേക്കാണ് പുറപ്പെട്ടത്? എ. കഫർനാമിലേക്ക്, ബി. കടലിൻ്റെ മറുകരയിലേക്ക്, സി. തിബേരിയാസിലേക്ക്, ഡി. ഗലീലിയിലേക്ക്. ഉത്തരം എ. കഫർനാമിലേക്ക്. ചോദ്യം 110. 25-30 സ്ഥാദിയോൺ എത്ര കിലോമീറ്റർ ആണ്? എ. 2-3 കിലോമീറ്റർ, ബി. 6-7 കിലോമീറ്റർ, സി. 4-5 കിലോമീറ്റർ, ഡി. 5-6 കിലോമീറ്റർ. ഉത്തരം ഡി. 5-6 കിലോമീറ്റർ. ചോദ്യം 111. ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി എവിടെയാണ് എത്തിയത്? എ. തിബേരിയാസ്, ബി. ദെക്കാപോളിസ്, സി. കഫർനാം, ഡി. മറുകരയിൽ. ഉത്തരം സി. കഫർനാം. ചോദ്യം 112. പിതാവായ ദൈവം യേശുവിൻ്റെ മേൽ വച്ചിരിക്കുന്നത് എന്ത്? എ. ദൈവപുത്ര സ്ഥാനം, ബി. അംഗീകാര മുദ്ര, സി. അധികാര മുദ്ര, ഡി. അംഗീകാരപത്രം. ഉത്തരം ബി. അംഗീകാര മുദ്ര. ചോദ്യം 113. ഡാഷ് അല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്? പൂരിപ്പിക്കുക. എ. ദൈവം, ബി. മോശ, സി. അബ്രാഹം, ഡി. മനുഷ്യൻ. ഉത്തരം ബി. മോശ. ചോദ്യം 114. ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ഡാഷ് നൽകുന്നതത്രേ? പൂരിപ്പിക്കുക. എ. പ്രകാശം, ബി. പ്രത്യാശ, സി. ജീവൻ, ഡി. വചനം. ഉത്തരം സി. ജീവൻ. ചോദ്യം 115. പിതാവ് എനിക്ക് ഡാഷ് എൻ്റെ അടുത്തു വരും? പൂരിപ്പിക്കുക. എ. തരുന്നവരെല്ലാം, ബി. നേടിയെടുത്തവരെല്ലാം, സി. നൽകുന്നവരെല്ലാം, ഡി. നൽകിയവരെല്ലാം. ഉത്തരം സി. നൽകുന്നവരെല്ലാം. ചോദ്യം 116. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെപ്പോലും നഷ്ടപ്പെടുത്താതെ എന്നാണ് ഉയർപ്പിക്കേണ്ടത്? എ. അന്ത്യവിധിയിൽ, ബി. അവസാന നാളിൽ, സി. വിധി ദിനത്തിൽ, ഡി. അന്ത്യദിനത്തിൽ. ഉത്തരം ഡി. അന്ത്യദിനത്തിൽ.
ചോദ്യം 117. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് ഡാഷ് ഉണ്ടാകണമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. പൂരിപ്പിക്കുക. എ. ജീവൻ, ബി. നിത്യരക്ഷ, സി. നിത്യത, ഡി. നിത്യജീവൻ. ഉത്തരം ഡി. നിത്യജീവൻ. ചോദ്യം 118. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് പറഞ്ഞതിനാൽ യേശുവിനെതിരെ പിറുപിറുത്തത് ആര്? എ. യഹൂദർ, ബി. ശിഷ്യന്മാർ, സി. ഫരിസേയർ, ഡി. നിയമജ്ഞർ. ഉത്തരം എ. യഹൂദർ. ചോദ്യം 119. വിശ്വസിക്കുന്നവന് ഡാഷ് ഉണ്ട്. പൂരിപ്പിക്കുക. എ. സ്വർഗരാജ്യം, ബി. ദൈവസ്നേഹം, സി. നിത്യരക്ഷ, ഡി. നിത്യജീവൻ. ഉത്തരം ഡി. നിത്യജീവൻ. ചോദ്യം 120. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണെന്ന് ഈശോ പറഞ്ഞപ്പോൾ ആരുടെ ഇടയിലാണ് തർക്കമുണ്ടായത്? എ. ശിഷ്യരുടെ ഇടയിൽ, ബി. ജനങ്ങളുടെ ഇടയിൽ, സി. യഹൂദർക്കിടയിൽ, ഡി. നിയമജ്ഞരുടെ ഇടയിൽ. ഉത്തരം സി. യഹൂദർക്കിടയിൽ. ചോദ്യം 121. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡാഷ് ഉണ്ടായിരിക്കുകയില്ല. പൂരിപ്പിക്കുക. എ. നിത്യജീവൻ, ബി. ജീവൻ, സി. ദൈവകൃപ, ഡി. ദൈവിക ജീവൻ. ഉത്തരം ബി. ജീവൻ. ചോദ്യം 122. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പത്തെക്കുറിച്ച് ഈശോ എവിടെ വെച്ചാണ് പറഞ്ഞത്? എ. സോളമൻ്റെ മണ്ഡപത്തിൽ, ബി. ദേവാലയത്തിൽ, സി. കഫർനാമിലെ സിനഗോഗിൽ, ഡി. ഒലിവുമലയിൽ. ഉത്തരം സി. കഫർനാമിലെ സിനഗോഗിൽ. ചോദ്യം 123. ആരാണ് ജീവൻ നൽകുന്നത്? എ. ദൈവം, ബി. വചനം, സി. സൃഷ്ടാവ്, ഡി. ആത്മാവ്. ഉത്തരം ഡി. ആത്മാവ്. ചോദ്യം 124. നീയാണ് ഡാഷ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. പൂരിപ്പിക്കുക. എ. ദൈവത്തിൻ്റെ പരിശുദ്ധൻ, ബി. ദൈവത്തിൻ്റെ പുത്രൻ, സി. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഡി. ദൈവത്തിൻ്റെ ഏകജാതൻ. ഉത്തരം എ. ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ചോദ്യം 125. യേശു എവിടെയാണ് ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്നത്? എ. യൂദയായിൽ, ബി. കഫർനാമിൽ, സി. ജെറുസലേമിൽ, ഡി. ഗലീലിയിൽ. ഉത്തരം ഡി. ഗലീലിയിൽ. ചോദ്യം 126. യഹൂദർ യേശുവിനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ എവിടെ സഞ്ചരിക്കാനാണ് ഈശോ ഇഷ്ടപ്പെടാതിരുന്നത്? എ. ജെറുസലേമിൽ, ബി. കഫർനാമിൽ, സി. യൂദയായിൽ, ഡി. ഗലീലിയിൽ. ഉത്തരം സി. യൂദയായിൽ. ചോദ്യം 127. എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് യേശു എവിടെയാണ് താമസിച്ചത്? എ. ബഥാനിയായിൽ, ബി. ഗലീലിയിൽ, സി. കഫർനാമിൽ, ഡി. സമരിയായിൽ. ഉത്തരം ബി. ഗലീലിയിൽ. ചോദ്യം 128. അവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ആരാണ് യേശുവിനെ തിരക്കിയത്? എ. പുരോഹിതർ, ബി. നിയമജ്ഞർ, സി. യഹൂദർ, ഡി. ജനങ്ങൾ. ഉത്തരം സി. യഹൂദർ. ചോദ്യം 129. ആളുകൾ യേശുവിനെപ്പറ്റി പരസ്യമായി സംസാരിക്കാതിരുന്നത് എന്തുകൊണ്ട്? എ. പുരോഹിതരെ ഭയന്ന്, ബി. ജനങ്ങളെ ഭയന്ന്, സി. ഫരിസേയരെ ഭയന്ന്, ഡി. യഹൂദരെ ഭയന്ന്. ഉത്തരം ഡി. യഹൂദരെ ഭയന്ന്. ചോദ്യം 130. ആരാണ് തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നത്? എ. സത്യവാൻ, ബി. നീതിമാൻ, സി. അയക്കപ്പെട്ടവൻ, ഡി. സത്യാന്വേഷി. ഉത്തരം എ. സത്യവാൻ. ചോദ്യം 131. ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? ആരാണ് ഇത് ചോദിച്ചത്? എ. സദുക്കായർ, ബി. യൂദാനിവാസികളിൽ ചിലർ, സി. ജെറുസലേമിലെ ജനങ്ങൾ, ഡി. ജെറുസലേം നിവാസികളിൽ ചിലർ. ഉത്തരം ഡി. ജെറുസലേം നിവാസികളിൽ ചിലർ. ചോദ്യം 132. ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരുപക്ഷെ ഡാഷ് യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? പൂരിപ്പിക്കുക. എ. ഫരിസേയർ, ബി. പുരോഹിത പ്രമുഖർ, സി. അധികാരികൾ, ഡി. ജനപ്രമാണികൾ. ഉത്തരം
സി അധികാരികൾ. ചോദ്യം 133. ജനക്കൂട്ടം യേശുവിനെക്കുറിച്ച് പിറുപിറുക്കുന്നത് കേട്ടത് ആര്? എ ശിഷ്യന്മാർ, ബി ഫരിസേയർ, സി അധികാരികൾ, ഡി പുരോഹിതർ. ഉത്തരം ബി ഫരിസേയർ. ചോദ്യം 134. യേശുവിനെ ബന്ധിക്കാൻ സേവകരെ അയച്ചതാര്? എ പുരോഹിതരും ഫരിസേയരും, ബി പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും, സി പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും, ഡി പുരോഹിത പ്രമുഖന്മാരും ലേവ്യരും. ഉത്തരം സി പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. ചോദ്യം 135. അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, അതിനുശേഷം യേശു എവിടേക്കാണ് പോകുന്നത്? എ പിതാവിൻ്റെ അടുത്തേക്ക്, ബി അയച്ചവൻ്റെ പക്കലേക്ക്, സി വിളിച്ചവൻ്റെ അടുത്തേക്ക്, ഡി അയച്ചവൻ്റെ അടുത്തേക്ക്. ഉത്തരം ഡി അയച്ചവൻ്റെ അടുത്തേക്ക്. ചോദ്യം 136. യേശു മഹത്വീകരിക്കപ്പെടുമ്പോൾ നൽകപ്പെടുന്നത് എന്ത്? എ ആത്മാവ്, ബി നിത്യജീവൻ, സി ജീവൻ്റെ അപ്പം, ഡി ദൈവകൃപ. ഉത്തരം എ ആത്മാവ്. ചോദ്യം 137. യേശുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ ആരാണെന്നാണ് ചിലർ പറഞ്ഞത്? എ തച്ചൻ്റെ മകൻ, ബി ഗലീലിയൻ, സി രക്ഷകൻ, ഡി പ്രവാചകൻ. ഉത്തരം ഡി പ്രവാചകൻ. ചോദ്യം 138. യേശു എവിടെ നിന്ന് വരുമെന്നാണ് വിശുദ്ധ ലിഖിതം പറയുന്നത്? എ നസ്രത്തിൽ നിന്ന്, ബി ഉന്നതത്തിൽ നിന്ന്, സി ബെത്ലഹേമിൽ നിന്ന്, ഡി ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന്. ഉത്തരം സി ബെത്ലഹേമിൽ നിന്ന്. ചോദ്യം 139. അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല, ആരാണ് ഇത് പറഞ്ഞത്? എ പടയാളികൾ, ബി സേവകന്മാർ, സി അയക്കപ്പെട്ടവർ, ഡി ദൂതന്മാർ. ഉത്തരം ബി സേവകന്മാർ. ചോദ്യം 140. നിങ്ങളും വഞ്ചിതരായോ? ഇത് ആരുടെ ചോദ്യമാണ്? എ നിയമജ്ഞർ, ബി പുരോഹിത പ്രമുഖർ, സി ഫരിസേയർ, ഡി യഹൂദ പ്രമാണികൾ. ഉത്തരം സി ഫരിസേയർ. ചോദ്യം 141. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? ആരാണ് ഇങ്ങനെ ചോദിക്കുന്നത്? എ സക്കേവൂസ്, ബി ഒരു നിയമജ്ഞൻ, സി ഒരു ഫരിസേയൻ, ഡി നിക്കോദേമോസ്. ഉത്തരം ഡി നിക്കോദേമോസ്. ചോദ്യം 142. എവിടെ നിന്നാണ് അതിരാവിലെ യേശു വീണ്ടും ദേവാലയത്തിലേക്ക് വന്നത്? എ ഒലിവുമലയിൽ നിന്ന്, ബി ബഥാനിയായിൽ നിന്ന്, സി കഫർനാമിൽ നിന്ന്, ഡി ഗലീലിയിൽ നിന്ന്. ഉത്തരം എ ഒലിവുമലയിൽ നിന്ന്. ചോദ്യം 143. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരാണ്? എ നിയമജ്ഞരും ഫരിസേയരും, ബി നിയമജ്ഞരും പുരോഹിതരും, സി പുരോഹിതരും ലേവ്യരും, ഡി യഹൂദരും ഫരിസേയരും. ഉത്തരം എ നിയമജ്ഞരും ഫരിസേയരും. ചോദ്യം 144. യോഹന്നാൻ 8:11 സമാനമായ വാക്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വേറെ എവിടെയാണ് കാണുന്നത്? എ യോഹന്നാൻ 4:14, ബി യോഹന്നാൻ 7:15, സി യോഹന്നാൻ 15:14, ഡി യോഹന്നാൻ 5:14. ഉത്തരം ഡി യോഹന്നാൻ 5:14. ചോദ്യം 145. നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. ആരുടെ വാക്കുകളാണിത്? എ നിയമജ്ഞർ, ബി യഹൂദർ, സി ഫരിസേയർ, ഡി പുരോഹിത പ്രമുഖർ. ഉത്തരം സി ഫരിസേയർ. ചോദ്യം 146. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? എ നിയമാവർത്തന പുസ്തകത്തിൽ, ബി നിയമത്തിൽ, സി സങ്കീർത്തനങ്ങളിൽ, ഡി മോശയുടെ നിയമത്തിൽ. ഉത്തരം ബി നിയമത്തിൽ. ചോദ്യം 147. യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരും അവനെ പിടിച്ചില്ല, കാരണമെന്ത്? എ അവർ ജനങ്ങളെ ഭയപ്പെട്ടു, ബി അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു, സി അവൻ്റെ സമയം ഇനിയും ആയിട്ടില്ലായിരുന്നു, ഡി അവൻ്റെ ചുറ്റും ജനങ്ങളായിരുന്നതിനാൽ.
ഉത്തരം ബി. അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. ചോദ്യം 148. ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ ഡാഷ് നിങ്ങൾ മരിക്കും. പൂരിപ്പിക്കുക. എ. പ്രവൃത്തികളാൽ, ബി. നിയമത്താൽ, സി. പാപത്താൽ, ഡി. അവിശ്വാസത്താൽ. ഉത്തരം സി. പാപത്തിൽ. ചോദ്യം 149. ഡാഷിനെക്കുറിച്ചാണ് യേശു തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. പൂരിപ്പിക്കുക. എ. മനുഷ്യനെ, ബി. യോഹന്നാനെ, സി. സ്നാപകനെ, ഡി. പിതാവിനെ. ഉത്തരം ഡി. പിതാവിനെ. ചോദ്യം 150. എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? എ. തന്നിൽ വിശ്വസിച്ച ജനങ്ങളോട്, ബി. തന്നെ അനുഗമിച്ച ജനങ്ങളോട്, സി. വചനത്തിൽ വിശ്വസിച്ച യഹൂദരോട്, ഡി. തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. ഉത്തരം ഡി. തന്നിൽ വിശ്വസിച്ച യഹൂദരോട്.